കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. നമ്മൾ ശ്ലോകം 46 കിഷ്കിന്ധാകാന്ഡം 3-ാം സർഗം ശ്ലോകം 46 ചെയ്തു. അതിൽ നമ്മളെന്താ പറഞ്ഞു വെച്ചാൽ, നീ ശ്രീരാമൻ പറഞ്ഞു, ശ്രീരാമനെ അഭിഷേകം ചെയ്യാമെന്ന് പറഞ്ഞുവല്ലോ സുഗ്രീവൻ. അപ്പോൾ എന്താണ് ശ്രീരാമൻ വേണ്ട നീ നിന്നെ അഭിഷേകം ചെയ്തോളൂ. എന്താ കാരണം വെച്ചാൽ നീ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞു. അതായത് പരമാർത്ഥത്തിൽ ഏകനായിട്ടുള്ള ഞാൻ അല്ലാതെ അന്യമായിട്ടൊരു വസ്തു ഈ ലോകത്തിലില്ല. ഞാനല്ലാതെ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ആ പരമാത്മാവും തന്നെയാണ്, ആ പരമാത്മാവ് തന്നെയാണ് നീയും. ഞാനല്ലാണ്ട് രണ്ടാമതൊരു വസ്തു ഇല്ല. ഈ അദ്വൈത ശക്തി മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം പിന്നെ ഞാൻ അല്ലാതെ രണ്ടാമതൊന്നുമില്ല വെച്ചാൽ ഞാൻ തന്നെയാണ് നീ. അതുകൊണ്ട് നീ ഈ ശരീരമല്ല, നീ ശരിക്കും പരമാത്മാവാണ്. നീ ഇപ്പം ഈ വാനര ശരീരം എടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ശരിക്കും നീ ഈ ശരീരമല്ല, ആത്മാവ് തന്നെയാണ്, പരമാത്മാവാണ്. പരമാത്മാവ് ഏകനാണ്, അനേകമില്ലാത്തതാണ് പരമാത്മാവ്. അതുകൊണ്ട് നീ എന്നിൽ നിന്ന് ഭിന്നനല്ല, നീ ദേഹമല്ല, ഞാൻ പരമാത്മാവ് തന്നെ എന്ന ബോധത്തോടു കൂടി നീ ഈ ലോകഹിതത്തിനായിട്ട് സ്വയം രാജാവായിട്ട് അഭിഷേകം ചെയ്യൂ, എന്നാൽ എനിക്ക് സന്തോഷമാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ പറഞ്ഞതല്ലേ. എത്ര വലിയ തത്വമാണ് പറയണത്. അതായത് നിൻ്റെ ഉള്ളിലുള്ള ഞാനും ഈ കാണുന്ന ഞാനും ഒന്നാണെന്ന് പറയുകയാണ്. അപ്പം നീ ഈ ദേഹമൊന്നുമല്ല, നീ അങ്ങനെ ദേഹാഭിമാനത്തോടെ നടക്കുന്നുണ്ട്. പക്ഷെ നീ ശരിക്ക് നിൻ്റെ ഉള്ളിലുള്ള ആ ഞാൻ തന്നെയാണെന്ന് പറയുകയാണ്. എത്ര രസമായിട്ട് പറഞ്ഞിരിക്കുന്നു. നഗരം, ഇനി നമുക്ക് 47 ചെയ്യാം കേട്ടോ. നഗരം ന പ്രവേക്ഷ്യാമി ചതുർദശ സമാഹ സഖേ ആഗമിഷ്യതി മേ ഭ്രാത ലക്ഷ്മണ പത്തനം തവ. സഖേ ഹേ പ്രിയ, അതായത് വിളിക്കുകയാണ്. ചതുർദശ സമാഹ നഗരം നഹ പ്രവേക്ഷ്യാമി. 14 കൊല്ലം ഞാൻ നഗരവാസം ഒന്നും ചെയ്യില്ല, ഒരു നഗരത്തിലും പ്രവേശിക്കില്ല. മേ ഭ്രാത ലക്ഷ്മണ, എൻ്റെ സഹോദരൻ ലക്ഷ്മണൻ, തവ പത്തനം ആഗമിഷ്യതി, നിൻ്റെ നഗരത്തെ ആഗമിക്കും. ഞാൻ നിൻ്റെ അഭിഷേകത്തിനൊന്നും വരുന്നില്ല. കാരണം ഞാൻ 14 കൊല്ലം കാട്ടിൽ മാത്രമേ ജീവിക്കുള്ളൂ എന്ന് അച്ഛനോട് ശപഥം ചെയ്തിട്ടുണ്ട്. അതായത് ഞാനും കൂടി വന്ന് നിന്നെ അഭിഷേകം ചെയ്യണമെന്ന് നീ പറയണ്ട. എന്താ കാരണം വെച്ചാൽ വനവാസത്തിനായിട്ട് ഞാൻ തീർച്ചയാക്കിയതാണ്. അച്ഛനോട് ഞാനത് ശപഥം ചെയ്തതാണ്. 14 സംവത്സരം കഴിയണവരെ യാതൊരു നഗരത്തിലും, അയോധ്യയിൽ മാത്രമല്ല ഒരു നഗരത്തിലും പ്രവേശിക്കില്ല എന്ന്. അതുകൊണ്ട് നീ എൻ്റെ സഹോദരനായിട്ട് ലക്ഷ്മണൻ നിൻ്റെ നഗരത്തിലേക്ക് വരും, അവന് വരാം. നഗരം ന പ്രവേക്ഷ്യാമി ചതുർദശ സമാ സഖേ ആഗമിഷ്യതി മേ ഭ്രാത ലക്ഷ്മണ പത്തനം തവ. ലക്ഷ്മണൻ നിൻ്റെ കൂടെ വരും അഭിഷേകത്തിന്. ഇനി 48-49. അംഗദം യൗവരാജ്യേ തുമഭിഷേചയ സാദരം അഹം സമീപേ ശിഖരേ പർവ്വതസ്യ സഹാനുജ വത്സ്യാമി വർഷദിവസാംസ്തതസ്ത്വം യത്നവാൻ ഭവ കിഞ്ചിൽ കാലം പുരേ സ്ഥിത്വാ സീതായാ പരിമാർഗണേ. അംഗദ, എന്നിട്ട് ഇതുകൂടിയും പറയും ഭഗവാനെ. അംഗദനെ യൗവരാജ്യെ, യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണമെന്ന്. സാദരം ത്വം അഭിഷേചയ, നീ സ്നേഹത്തോടും ആദരത്തോടും കൂടി ബാലിയുടെ മകനായിട്ടുള്ള അംഗദനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അഹം സാനുജ, ഞാൻ അനുജൻ്റോടൊപ്പം, അതായത് ലക്ഷ്മണനോടൊപ്പം, വർഷദിവസാൻ, ഈ വർഷക്കാലം കഴിയുന്നവരെ, വർഷക്കാലമാണ് അപ്പോൾ മഴക്കാലമാണ്, ആ മഴക്കാലം കഴിയുന്നവരെ, പർവ്വതസ്യ സമീപേ ശിഖരേ വത്സ്യാമി, പർവ്വതത്തിൻ്റെ സമീപത്തിലുള്ള ഒരു മലയിൽ ഞാൻ താമസിക്കാം, ശിഖരത്തിൽ. തതക്കിഞ്ചിൽ കാലം പുരേ സ്ഥിത്വ, എന്നിട്ട് കുറച്ചു കാലം നീ
രാജ്യത്തിൽ പോയി രാജ്യഭരണമൊക്കെ ചെയ്ത് സുഖമായി താമസിച്ചിട്ട് മഴക്കാലം കഴിയണവരെ ത്വം സീതയാഹ പരിമാർഗണേ അതായത് സീതയുടെ അന്വേഷണത്തിൽ യത്നവാൻ ഭവ, അതിനുവേണ്ടി ശ്രമിച്ചാലും. എത്ര റീസണബിളാ ശ്രീരാമനല്ലേ? എന്താ പറഞ്ഞത്? നീ രാജാവാണ്, അംഗദനെ, ബാലിയുടെ മകൻ അംഗദനെ നീ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ഞാനും ലക്ഷ്മണനും കൂടി ഈ വർഷക്കാലം കഴിയുന്നവരെ ഈ കാട്ടിൽ താമസിച്ചോളാം. ആ സമയം നീ രാജ്യം സുഖഭോഗങ്ങൾ അനുഭവിച്ച് രാജ്യത്തിൽ നീ വസിച്ചോളൂ. ഞങ്ങൾക്ക് വരാൻ നിവൃത്തിയില്ല, ഞങ്ങളിവിടെ കാട്ടിൽ താമസിച്ചോളാം. വർഷക്കാലം കഴിയണ വരെ നീ രാജ്യം പോയി ഭരിച്ച് സുഖമായി ജീവിച്ച വർഷക്കാലം കഴിഞ്ഞാൽ സീതാന്വേഷണത്തിന് പുറപ്പെട്ടാലും എന്ന് പറഞ്ഞു. അംഗദം യൗവരാജ്യേ ത്വമഭിഷേചയ സാദരം അഹം സമീപേ ശിഖരേ പർവ്വതസ്യ സഹാനുജ വത്സ്യാമി വർഷദിവസാസ്തതസ്ത്വം യത്നവാൻ ഭവ കിഞ്ചിൽ കാലം പുരേ സ്ഥിത്വാ സീതായാഹ പരിമാർഗണേ. എന്നിട്ട് സീതയെ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് 50. സാഷ്ടാംഗം പ്രണിപത്യാഹ സുഗ്രീവോ രാമപാദയോ യദാജ്ഞാപയസേ ദേവാ ത്വത്തഥൈവ കരോമ്യഹം. സുഗ്രീവൻ രാമപാദയോഹോ സാഷ്ടാംഗം പ്രണിപത്യ, രാമപാദത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറഞ്ഞു, ദേവാ യത് ആജ്ഞാപയസേ, ഹേ ദേവ, ഭഗവാൻ എന്താജ്ഞാപിക്കുന്നുവോ തത് തഥായേവ, അതിനെ ഞാൻ അപ്രകാരം തന്നെ അഹം കരോമി, ഞാൻ ചെയ്യാമെന്ന്. സംശയമില്ല, സുഗ്രീവൻ അത്ര ഭക്തനായിരുന്നു. പറഞ്ഞു സുഗ്രീവൻ, ശ്രീരാമൻ ഭഗവാൻ ഇത് പറഞ്ഞപ്പോൾ ശ്രീരാമൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഹേ ശ്രീരാമ ഭഗവാനെ, നിന്തിരുവടി എന്തു തന്നെ കൽപ്പിക്കുന്നുവോ, എന്ത് കൽപ്പിച്ചാലും അതിനെ ഞാൻ അതേ വിധം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. വിനയത്തോടുകൂടി സാഷ്ടാംഗം പ്രണിപത്യാഹ സുഗ്രീവോ രാമപാദയോ യദാജ്ഞാപയസേ ദേവ, എന്താ അങ്ങ് ആജ്ഞാപിച്ചാലേ തത്തഥൈവ കരോമ്യഹം, അതതുപോലെ ഞാൻ ചെയ്തോളാം. തത്തഥൈവ കരോമ്യഹം. 51. അനുജ്ഞാതസ്തു രാമേണ സുഗ്രീവസ്തു സലക്ഷ്മണഃ ഗത്വാ പുരം തഥാ ചക്രേ യഥാ രാമേണ ചോദിതഃ. രാമേണ അനുജ്ഞാതഃ സുഗ്രീവ, രാമൻ്റെ സമ്മതത്തോടുകൂടി രാമൻ പൊക്കോളൂ എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ സമ്മതം കിട്ടിയ സുഗ്രീവനാകട്ടെ സലക്ഷ്മണഃ പുരം ഗത്വ, ലക്ഷ്മണനെയും കൂട്ടിയിട്ട്, ലക്ഷ്മണനെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞുവല്ലോ, ഞാൻ വരില്ല എന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ ലക്ഷ്മണനെയും കൂട്ടി നഗരത്തിൽ പ്രവേശിച്ചു, കിഷ്കിന്ധയുടെ നഗരത്തിൽ പ്രവേശിച്ചു. തഥാ രാമേണ ചോദിത, രാമനാൽ പ്രേരിപ്പിക്കപ്പെട്ട വിധം ചക്രേ, രാമൻ പറഞ്ഞ പോലെ ചെയ്തു എന്ന്. അപ്പോൾ എന്താണ്, ഇങ്ങനെ ശ്രീരാമൻ പൊക്കോളൂ എന്ന് ശ്രീരാമൻ്റെ അനുജ്ഞ കിട്ടിയപ്പോൾ ലക്ഷ്മണനെയും കൂട്ടി കിഷ്കിന്ധ നഗരത്തിൽ പോയിട്ട് ശ്രീരാമൻ പറഞ്ഞ പോലെ ചെയ്തു, ചക്രേ ചെയ്തു എന്ന്. അനുജ്ഞാതസ്തു രാമേണ സുഗ്രീവസ്തു സലക്ഷ്മണ ഗത്വാപുരം തഥാ ചക്രേ യഥാ രാമേണ ചോദിതഃ. ഇനി 52. സുഗ്രീവേണ യഥാന്യായം പൂജിതോ ലക്ഷ്മണസ്തദാ ആഗത്യ രാഘവം ശീഘ്രം പ്രണിപത്യോപതസ്ഥിവാൻ. സുഗ്രീവനാൽ യഥാന്യായം വേണ്ട പോലെ തഥാ പൂജിത ലക്ഷ്മണ, അപ്പോൾ ലക്ഷ്മണനെ പൂജിച്ചിട്ടാണ് കൊണ്ടുപോകണം. പൂജിപ്പിക്കപ്പെട്ട ലക്ഷ്മണൻ, അതായത് വേണ്ട പോലെ ആദരിച്ചു ലക്ഷ്മണനെ. എന്നിട്ട് ശീഘ്രമാഗത്യ, വേഗം വന്നിട്ട് രാഘവം പ്രണിപത്യ, രാഘവനെ നമസ്കരിച്ചിട്ട് ഉപതസ്ഥിവാൻ മീൻസ് അടുത്ത് നിന്നു. പറഞ്ഞ സമീപത്തെന്നാണ്. ഉപതസ്ഥിവാൻ എന്ന് പറഞ്ഞാൽ അടുത്ത് നിന്നു. അതായത് ഈ അഭിഷേകത്തിൻ്റെ സമയത്ത് രണ്ടാളും കൂടി പോയില്ലോ. എന്നിട്ട് അഭിഷേകമൊക്കെ ചെയ്ത് ആ സമയത്ത് ലക്ഷ്മണനെ വേണ്ട പോലെ ആദരിച്ചു സുഗ്രീവൻ. എന്നിട്ട് വേഗം മടങ്ങി വന്ന് രാമനെ നമസ്കരിച്ച് അടുത്ത് തൊഴുതു നിന്നു. അപ്പോൾ അതായത് സുഗ്രീവനാൽ വേണ്ടവണ്ണം പൂജിക്കപ്പെട്ട ലക്ഷ്മണൻ സുഗ്രീവൻ്റെ അഭിഷേകമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വേഗം രാമൻ്റെ അടുത്ത് തന്നെ വന്ന് നിന്നു.
സുഗ്രീവേണ യഥാന്യായം പൂജിതോ ലക്ഷ്മണസ്തത. അപ്പം ലക്ഷ്മണനാണ് വന്ന് നിന്നത്. സുഗ്രീവൻ അവിടെ നിൽക്കുകയാണ്. സുഗ്രീവൻ ഇപ്പോൾ രാജ്യം വർഷക്കാലം കഴിയണം അവരവിടെ താമസിക്കാൻ പോവുക. ഭാര്യയുടെ കൂടെ രൂമയൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. രൂമയൊക്കെ കിട്ടിയല്ലോ തിരിച്ച്. സുഗ്രീവൻ രൂമയും പിന്നെ എല്ലാവരുമായിട്ട് രാജ്യം ഭരിച്ചവിടെ വർഷക്കാലം കഴിയണവർ താമസിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ ഈ സുഗ്രീവൻ്റെ അഭിഷേകമൊക്കെ കഴിഞ്ഞപ്പോൾ രാജാവായിട്ട് അഭിഷേകം കഴിഞ്ഞു, അംഗദനെ യുവരാജാവാക്കി. അതൊക്കെ കഴിഞ്ഞ് ലക്ഷ്മണൻ മടങ്ങി വന്ന് ഭഗവാന്റെ അടുത്തെത്തി. സുഗ്രീവേണ യഥാന്യായം പൂജിതോ ലക്ഷ്മണസ്തത ആഗത്യ രാഘവം ശീഘ്രം, വേഗം മടങ്ങി വന്നു. കാരണം ഇവിടെ ഒറ്റയ്ക്കല്ലേ ഭഗവാൻ. പ്രണിപത്യോപതസ്ഥിവാൻ, ഭഗവാൻ ഒറ്റയ്ക്കായാലും വിരോധമില്ല. ഭഗവാൻ എന്നും ഒറ്റയ്ക്കാണ് അല്ലേ, ഏകനാണല്ലോ, രണ്ടാമതൊന്നുമില്ലാത്ത ആളല്ലേ. ഇനി 53. തതോ രാമോ ജഗാമാശു ലക്ഷ്മണേന സമന്വിത പ്രവർഷണഗിരേരൂർധ്വം ശിഖരം ഭൂരിവിസ്തരം തതഹ രാമ. അതിനുശേഷം രാമൻ ലക്ഷ്മണേന സമന്വിത, ലക്ഷ്മണനോടൊന്നിച്ച് പ്രവർഷണഗിരേ, പ്രവർഷണം എന്നുള്ള ഒരു പർവ്വതത്തിൻ്റെ കുറേ പേരുകളുണ്ടാവും, കുഞ്ഞു കുഞ്ഞു മലകളൊക്കെ അതിലത്തെ പേരുകളുള്ളതാണ്. പ്രവർഷണം എന്നു പേരുള്ള പർവ്വതത്തിൻ്റെ ഭൂരിവിസ്തരം ഊർധ്വം ശിഖരം, നല്ല പരന്ന ഒരു ശിഖരം ഉണ്ട്. കൊടുമുടി എന്നോ എന്താ പറയണ്ടേ, പരന്ന ഇങ്ങനെ പരന്നതാണ്, കൂർത്ത് നിൽക്കണ കൊടുമുടിയല്ല, മുകളിൽ കയറിയ നല്ല പരപ്പ് വിസ്താരമുള്ള ഒരു സ്ഥലം. അങ്ങനത്തെ അവിടേക്ക് ആശു ജഗാമ പോയിന്ന്. അതായത് ഇങ്ങനെ ലക്ഷ്മണൻ മടങ്ങി വന്ന് അഭിഷേകം ഒക്കെ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ലക്ഷ്മണനെയും കൂട്ടിയിട്ട് പ്രവർഷണഗിരിയുടെ മുകളിലുള്ള നല്ല വിസ്താരമുള്ള ഒരു ശിഖരത്തിലേക്ക് പോയി ശ്രീരാമൻ. പ്രവർഷണഗിരി എന്നാണ് പേര് ആ ശിഖരത്തിൻ്റെ. യതോ രാമോ ജഗാമാശു ലക്ഷ്മണേന സമന്വിത പ്രവർഷണഗിരേരൂർധ്വം ശിഖരം ഭൂരിവിസ്തരം, നല്ല വിസ്താരമുണ്ട് അവിടെ, അപ്പം നിൽക്കാനൊക്കെ പറ്റൂല. ഇനി 54. തത്രൈകം ഗഹ്വരം ദൃഷ്ട്വാ സ്ഫാടികം ദീപ്തിമച്ഛുഭം വർഷവാതാതപസഹം ഫലമൂല സമീപകം വാസായ രോചയാമാസ തത്ര രാമ സലക്ഷ്മണ. തത്ര അവിടെ സ്ഫാടികം, അതായത് അത്ര ക്ലിയർ, സ്ഫടികം പോലെ ക്ലിയറും, ദീപ്തിമത് നല്ല ഷൈനി പ്രകാശിക്കുന്നതും, ശുഭം നല്ല ശോഭനവും ഭംഗിയുള്ളതും, വർഷവാതാതപസഹം അതായത് വർഷവും കാറ്റും വെയിലും ഇതിനെയൊക്കെ തടുക്കുന്ന ഒരു ഏകം ഗഹ്വരം ദൃഷ്ട, ഒരു ഗുഹ കണ്ടു. അതായത് വർഷക്കാലത്ത് വെള്ളത്തിൻ്റെയും അതിന് തണുപ്പിൻ്റെ ഒന്നും ആ ഒരു നനവ് അതൊന്നും അനുഭവപ്പെടില്ല, കാറ്റ് വല്ലാതെ വരില്ല, വെയിലിൻ്റെ ശല്യമില്ല. ഇതിനെയൊക്കെ തടുക്കണ ഒരു ഗുഹ കണ്ടു, ഗഹ്വരം, ഒരു ഗുഹയെ കണ്ടിട്ട് ദൃഷ്ട്വ സലക്ഷ്മണ രാമ, ലക്ഷ്മണനോടുകൂടിയ രാമൻ വാസായ രോചയാമാസ, അവിടെ വസിക്കാൻ തീർച്ചയാക്കിയിട്ട് സമാധാനമായത് കണ്ടപ്പോൾ സന്തോഷമായി ആ ഗുഹ. കാരണം വെയിലിൽ നിന്നും കാറ്റിൽ നിന്നും മഴയിൽ നിന്നൊക്കെ രക്ഷ ഉള്ള ഒരു ഗുഹയാണ്. അതെന്താ പറഞ്ഞാൽ വെച്ചാൽ അപ്പോൾ ആ നല്ല വിസ്താരമുള്ള ശിഖരത്തിലെ പ്രവർഷണ ശിഖരത്തിലെ നല്ല നല്ല ക്ലിയറായിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ട് അവിടെ, പ്രകാശം, നല്ല ആവശ്യത്തിന് വെളിച്ചമുണ്ട്, മഴ കാറ്റ് വെയിൽ ഇതിൻ്റെ ഉപദ്രവമില്ലാതെ അതൊന്നും തട്ടാതെ രക്ഷിക്കണ വളരെ ഭംഗിയുള്ള ധാരാളം അടുത്തന്നെ ധാരാളം ഫലമൂലാദികളൊക്കെ അടുത്തുണ്ട്. അങ്ങനത്തെ ഒരു നല്ല ഗുഹ കണ്ടപ്പോൾ ലക്ഷ്മണനും ശ്രീരാമനും സന്തോഷമായി, അവിടെ വസിക്കാൻ തീർച്ചയാക്കി. തത്രൈകം ഗഹ്വരം ദൃഷ്ട്വാ സ്ഫാടികം ദീപ്തിമച്ഛുഭം ശുഭം വർഷവാതാതപസഹം, അതായത് അതിന്നൊക്കെ രക്ഷ നേടാൻ പറ്റുന്നൊരു ഗുഹയാണ്. വർഷകാലത്തു നിന്നും കാറ്റിൽ നിന്നും ചൂടിൽ നിന്നൊക്കെ. ഫലമൂല സമീപകം, അടുത്തന്നെ ധാരാളം ഫലമൂലാദികളൊക്കെ ഉണ്ട്. അതായത് എന്തെങ്കിലും ഭക്ഷിക്കണ്ടേ, അപ്പോൾ അവിടെ ധാരാളം കായകളുള്ള വൃക്ഷങ്ങളെ തിന്നാൻ പറ്റുന്ന ഫലങ്ങളുള്ള വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, കിഴങ്ങുകളും ഒക്കെ ഉണ്ട്. ഫലമൂല സമീപകം വാസായ രോചയാമാസ തത്ര രാമ സലക്ഷ്മണ, അവിടെ അത് കണ്ടപ്പോൾ സന്തോഷമായിട്ട് അവിടെ വസിക്കാൻ തീർച്ചയാക്കുകയാണ്. ഈ അവസാനത്തെ ശ്ലോകമാണ് ഈ സർഗത്തിലത്തെ. 55. ദിവ്യമൂലഫല പുഷ്പസംയുതേ
മൗക്തികോപമജലൗഘ പല്വലേ ചിത്രവർണ്ണമൃഗപക്ഷിശോഭിതേ പർവ്വതേ രഘുകുലോത്തമോ വസദ് ദിവ്യമൂലഫലപുഷ്പസംയുതേ. ദിവ്യങ്ങളായിട്ടുള്ള ഫലങ്ങളും കിഴങ്ങുകളും പുഷ്പങ്ങളും ഒക്കെ ഉള്ളതും മൗക്തികോപമ ജലൗഘ പല്വലേ മുത്ത് പോലെ ഇരിക്കണ അത്ര ക്ലിയറായിട്ടുള്ള ജലം നിറഞ്ഞ തടാകത്തോടു കൂടിയതും. അതുകൊണ്ട് കുടിക്കാൻ വെള്ളമൊക്കെ, കഴിക്കാൻ ഫലമൂലാദികളുണ്ട്. ചിത്രവർണ്ണ മൃഗപക്ഷി ശോഭിതേ. പലതരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും ഇവയെക്കൊണ്ട് ശോഭിക്കുന്നതുമായ പർവ്വതേ പർവ്വതത്തിൽ രഘുകുലോത്തമ അവസദ് രഘുകുലശ്രേഷ്ഠൻ താമസിച്ചു. അതായത് ശരിക്കും പറയാച്ചാൽ ലോകത്തിൽ ദുർലഭമായിട്ട് കാണാനും കിട്ടാനും ദുർലഭമായിട്ട് മാത്രം കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ദിവ്യമായിട്ടുള്ള ഫലമൂല പുഷ്പങ്ങൾ മുഴുവൻ അവിടെ ഭഗവാന് വേണ്ടി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പുഷ്പങ്ങളും ഭഗവാൻ അവിടെ വന്നതുകൊണ്ടാവും നല്ല ഫലവൃക്ഷങ്ങളൊക്കെ കാച്ച് നിൽക്കണു, നല്ല പൂക്കൾ വിരിഞ്ഞ് നിൽക്കണു. അതാണ് സാധാരണ ലോകത്തിൽ ദുർലഭമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള, അതാണ് ദിവ്യം എന്ന് പറഞ്ഞത്. ദുർലഭമായതുകൊണ്ടാണ് ദിവ്യമായിട്ടുള്ള മൂലഫല പുഷ്പങ്ങൾ ധാരാളം ഭഗവാന് വേണ്ടിയിട്ട് അവിടെ. പിന്നെയോ മുത്ത് പോലെ തെളിഞ്ഞ് നിറഞ്ഞു നിൽക്കണ ജലം നിറഞ്ഞ തടാകങ്ങൾ. പിന്നെയോ ബഹുവിധം ചിത്രം എന്ന് പറഞ്ഞല്ലോ, നല്ല വിചിത്രവും അത്ഭുതകരവുമായിട്ടുള്ള ബഹുവിധ വർണ്ണങ്ങളോടുകൂടി മൃഗങ്ങളാലും പക്ഷികളെ കൊണ്ടും ശോഭിക്കുന്നതായിരുന്നു ആ ഒരു ഭാഗം വനത്തിൻ്റെ. ആ പർവ്വതത്തിൽ രഘുവംശശ്രേഷ്ഠനായ രാമൻ വസിച്ചു. രാമൻ വസിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഇല്ലാതിരിക്കുമോ? ശ്രീരാമൻ ചെല്ലുമ്പോൾ പ്രകൃതിക്ക് തന്നെ സന്തോഷമാണല്ലോ. അപ്പോൾ പ്രകൃതി വേണ്ട കാര്യങ്ങൾ മുഴുവൻ ഒരുക്കി കൊടുക്കുക എവിടെ ചെന്നാലും. അതാണ് എന്തൊരു ഭംഗി ഈ ശ്ലോകത്തിനല്ലേ. ദിവ്യമൂലഫല പുഷ്പസംയുതേ മൗക്തികോപമജലൗഘ പല്വലേ ചിത്രവർണ്ണമൃഗപക്ഷിശോഭിതേ പർവ്വതേ രഘുകുലോത്തമോ വസദ്. അങ്ങനത്തെ അതിമനോഹരമായിട്ടുള്ള ആ ഗോകുലത്തിലല്ല, അതിമനോഹരമായിട്ടുള്ള ആ പർവ്വത ശിഖരത്തിൽ ഭഗവാൻ ലക്ഷ്മണനോടൊത്ത് ആ ഗുഹയിൽ താമസിച്ചു എന്ന് പറയണ ഈ സർഗം. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡേ തൃതീയ സർഗ. അപ്പോൾ നമ്മൾ തൃതീയ സർഗവും കഴിഞ്ഞു. ഇനി കിഷ്കിന്ധാകാണ്ഡത്തിലെ 4-ാം സർഗമാണ്. ഇനിയിപ്പോൾ വർഷക്കാലം മുഴുവൻ അവിടെ കഴിഞ്ഞ് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ. വർഷക്കാലം മുഴുവൻ കഴിഞ്ഞപ്പോഴും സുഗ്രീവൻ വരണില്ല, സീതാന്വേഷണം റെഡിയായിട്ടേ. അപ്പോൾ ലക്ഷ്മണന് ദേഷ്യം വരും. ലക്ഷ്മണൻ അവിടെ പോയിട്ട് ദേഷ്യപ്പെടും. ഇത് ശപഥം ചെയ്തതാണ്, ഭഗവാൻ നിന്നോട് ചെയ്ത ശപഥം നിറവേറ്റിയിരിക്കണു. നിൻ്റെ ജ്യേഷ്ഠനെ കൊന്ന് രാജ്യം തിരിച്ചു കൊടുത്തു, നിൻ്റെ ഭാര്യ നിനക്ക് തിരിച്ചു കിട്ടി. നീ ഇവിടെ കുടിച്ച് രസിച്ച് ഭഗവാനോട് പ്രോമിസ് ചെയ്തത്, ശപഥം ചെയ്തത് മറന്നു വെച്ചാൽ നിൻ്റെ ഏട്ടൻ്റെ വിധി തന്നെ നിനക്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും ലക്ഷ്മണൻ അല്ലേ. അതായത് ബാലി വധിച്ചുവല്ലോ, അതുപോലെ നീ നിൻ്റെ ശപഥം നിറവേറ്റിയിട്ടില്ലെങ്കിൽ നിൻ്റെ സ്ഥിതിയും ഭാര്യയുടെ സ്ഥിതി തന്നെയാവും വെച്ചാൽ നിന്നെയും കൊല്ലുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പോൾ സുഗ്രീവന് ഭയന്ന് വേഗം വരും. പിന്നെയാണ് സീതാന്വേഷണത്തിന് പോവാനൊക്കെ മറന്നു. രാജകാര്യങ്ങളിലൊക്കെ അവിടെ പോയിട്ട് രാജഭോഗ സുഖങ്ങൾ, ഒരു രാജാവിൻ്റെ സുഖഭോഗങ്ങളൊക്കെ അന്വേഷിച്ചിട്ടേ വർഷക്കാലം കഴിഞ്ഞതൊന്നും അറിഞ്ഞില്ല സുഗ്രീവൻ. അങ്ങനെ പറ്റൂലോ. അതാണ് നമുക്ക് സുഖം വരുമ്പോൾ നമ്മൾ ഭഗവാനെ മറക്കുന്നുള്ളതിൻ്റെ ഒരു ഇതാണത് പറയണത്, ഇതിൽ കാണിക്കണത്. കാരണം ഇത്രയും സഹായിച്ച ആളാണ്. സുഖഭോഗങ്ങളിൽ മുഴുകിക്കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ ഭഗവാനോട് ചെയ്ത ശപഥമൊക്കെ മറന്ന സുഖഭോഗങ്ങളിൽ മുഴുകിയിരുന്നു. അപ്പോൾ ലക്ഷ്മണന് പോയി ഓർമ്മിപ്പിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തേണ്ടി വന്നു അല്ലേ. അതാണ് ഇനി നമ്മൾ അടുത്ത കിഷ്കിന്ധാകാണ്ഡത്ത് 4-ാം സർഗത്തിലൊക്കെ കാണാൻ പോണത്. ഇനി അത് തുടങ്ങാൻ
അധികം തുടങ്ങിയാൽ പുതിയ സർഗം തുടങ്ങാൻ ഇപ്പോൾ ഓൾറെഡി 20 മിനിറ്റായി. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താം ഇന്നത്തെ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമ. ഗുരുവായൂരപ്പ ശരണം.